പുതിയ അടവ് മനസ്സിലായില്ല. പ്രേമലേഖനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ജീവിതേശ്വരിക്ക്. ആരാണ് നിങ്ങളുടെ ജീവിതേശ്വരി? നിങ്ങളല്ല, തീർച്ച. വാ, അത്രയ്ക്കായോ? എന്റെ ഹോസ്റ്റലിൽ കയറി എന്നോട് തന്നെ അനാവശ്യം സംസാരിക്കുന്നു. നിങ്ങളല്ലേ ഇപ്പൊ അനാവശ്യം പറഞ്ഞത്? ഇവരൊരു കവിത ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ കുട്ടി അത് അങ്ങോട്ട് പാടി. അതിന് മാളൂട്ടി എന്തിനാ കലി തുള്ളണത്? മിണ്ടാതിരിക്കുവല്ലേ, ഇയാളെ എനിക്കറിയാം. നിങ്ങളല്ലേ രാജൻ? അതെ, രാജൻ എന്ന് പേരുള്ളവരെ കണ്ടാൽ നിങ്ങൾ കരിശം കയറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മിസ്റ്റർ, നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാലേ ഞാൻ മഹാമൂശട്ടയാ. ഇപ്പൊ തന്നെ നിങ്ങൾ ദേഷ്യത്തിലാണല്ലോ, പിന്നെ ബാക്കി പറയണോ? ഈ പെൺകുട്ടികളല്ലേ എവിടെ കിടന്ന് കാലും കൈവിട്ടടിക്കാൻ കാരണക്കാരൻ നിങ്ങളല്ലേ മിസ്റ്റർ? പെൺകുട്ടികൾ കൈയും കാലും വിട്ടടിക്കുന്നു, അതിന് കാരണക്കാരൻ ഞാനോ? കണ്ണടച്ചിട്ടാക്കണ്ട, എല്ലാം എനിക്കറിയാം. വ്യായാമം, ആരോഗ്യം, തടി കുറയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളാരെ വഴിതെറ്റിക്കുകയല്ലേ നിങ്ങളെ തൊഴില്? ഓഹോ, എക്സർസൈസ് എടുക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? അതേപറ്റി തന്നെയാ പറയുന്നത്. എല്ലാവരുടെയും ആരോഗ്യം നന്നാക്കാൻ നിങ്ങൾ ആരാഹേ? ആരോഗ്യസ്വാമിയോ? അല്ലല്ല, ആരോഗ്യസ്വാമി ഞാനല്ല. ആരോഗ്യസ്വാമി എന്റെ ഗുരുനാഥനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? കുമാരി മാലതിയമ്മ, ഈ ഹോസ്റ്റൽ വാർഡൻ. മിസ് കുമാരി മാലതിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. വ്യായാമത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ മാറ്റിയേ പറ്റൂ. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല മനോഹരമായ നീണ്ട കണ്ണുകൾ, നല്ല ഭംഗിയുള്ള കൊച്ചു മൂക്ക്, നല്ല പൊഴികക്കുടി. മിസ് മാലതിയമ്മ ഒന്ന് വ്യായാമം ചെയ്ത് ശരീരം ഒന്ന് ചുരുക്കിയെടുത്താൽ സുപ്രസിദ്ധ സിനിമാ താരം ഹേമമാലിനേക്കാൾ മനോഹരിയായിത്തീരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ മിസ് മാലതിയമ്മേ, വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണോ ഇല്ലയോ എന്ന്. അമ്പട വീരാ, മാളുട്ടി കൊള്ളാടെ കൊള്ള. താൻ എന്തിനാണ് കരാടത്തോട് തടി കുറയ്ക്കാൻ നോക്കണേ? ഇവരുടെ കൂടെ തന്നെ കൂടിക്കൊള്ളൂടാ. ഇക്കാലം വരെയും ഒരു പെൺകുട്ടിയുടെ മുമ്പിലും ഈ ഗോപി തലകുനിച്ചു നിന്നിട്ടില്ല. ലല്ലിയുടെ മുമ്പിലാണ് ആദ്യം. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലല്ലി അതെല്ലാം മറക്കണം. ലല്ലിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. എങ്കിൽ എളുപ്പം മരിക്കുന്നതാണ് നല്ലത്. ഞാൻ മരിക്കുന്നത് ലല്ലിക്ക് ആനന്ദം നൽകുമെങ്കിൽ മരിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ലല്ലി എന്റെ അപേക്ഷ ദയവായി സ്വീകരിക്കണം. ഇത് വലിയ ഉപദ്രവമായല്ലോ. എന്താ പരിഹസിക്കാനോ? അല്ല, അവരെ പാട്ടുപാടി അഭിനന്ദിക്കുകയാണ്. അധികം കളിക്കുന്ന ആപത്താണ്. ഗോപി ആൺകുട്ടിയാണെങ്കിൽ ലല്ലിയെ വിവാഹം കഴിക്കും. ലല്ലി പെൺകുട്ടിയാണെങ്കിൽ ഗോപിയെ വിവാഹം കഴിക്കുന്നു. ഞാൻ മുത്തശ്ശനൊന്ന് കാണട്ടെ. ഓക്കെ, 1000 തവണ കാണണം. ചെന്നാട്ടെ. അതാ വരുന്നു അടുത്ത ഉപദ്രവം. മഹാഭാവി, വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ, മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നെങ്കിലോ ഇതുപോലെയുള്ള ശല്യം ഒന്നും വന്ന് ഉപദ്രവിക്കില്ലായിരുന്നു. വിവാഹവും വേണ്ട, ഒരു മണ്ണാൻ കട്ടിയും വേണ്ട. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എന്താ മാർഗം? ഇനി വാതിക്ക് കയറിപ്പോരുത്. അയാളെ വരുത്താതിരിക്കല്ലേ വേണ്ടു. ഞങ്ങളേറ്റു. ലല്ലിയെ രമ അകത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾ അയാൾ കാണണ്ട. മിസ് ലല്ലിയെ ഒന്ന് കാണുമല്ലോ. നിങ്ങൾ ആരാണ്? ഭരത് കെ കേരൾ വാല. വാല?
നിങ്ങളല്ലേ ഇതിനു മുമ്പ് ഇവിടെ പട്ടിക്കാട് ആസാമായി വന്നിരുന്നത്? അത് വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ്. എന്ത് വിദ്യാഭ്യാസം? പ്രേമത്തെ പറ്റിയുള്ള ഉന്നത വിദ്യാഭ്യാസം. ഏത് യൂണിവേഴ്സിറ്റിന്ന് അടിച്ചെടുത്തത്? പ്രേം കാ പൂനെ വാലെ അറിയില്ലേ? അദ്ദേഹം പഠിപ്പിച്ച ഡയലോഗ്സ് ആണ്. പ്ലീസ് ലല്ലിയെ ഒന്ന് വിളിക്കൂ. പുതുതായിട്ട് ചില ഡയലോഗ്സ് പറയാനുണ്ട്. ഡയലോഗ് തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കടലാസിലൊക്കെ എന്താണ്? പൂനെയുടെ ഡയലോഗ്, വെരി സ്ട്രോങ് ഡയലോഗ്. എവിടെ? ഒന്ന് വായിക്കൂ, കേൾക്കട്ടെ. ഇത് വായിച്ചു കേട്ടാൽ നിങ്ങളെല്ലാം പ്രേമത്തിൽ തലചുറ്റി താഴെ വീഴും. വായിക്കട്ടോ? എനിക്ക് വേണ്ട, കുഴപ്പമാ. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമത്തിൽ വീണാൽ നിങ്ങൾ കുഴങ്ങും. ലല്ലിയെ മാത്രം നേരിട്ട് വായിച്ച് കേൾപ്പിച്ചാൽ മതി. ലല്ലി ലൈബ്രറിയിലുണ്ട്. എവിടെ? വരൂ, കാണിക്കാം. ബാത്റൂമിനകത്ത് കയറി വന്നിരിക്കുന്നു. കാവിലമ്മയാണ്, ഞാൻ അറിഞ്ഞില്ലേ. സ്ത്രീകൾ കുളിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അറിഞ്ഞുകൂടെ? സ്ത്രീകൾ കുളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷെ അബ്ബാസ് കണ്ടു കാണുമായിരിക്കും. അപ്പ ഈ കണ്ണനെ പിടിച്ച് പുറത്താക്കണം. അയ്യോ അയ്യോ, എന്റെ ഇരുന്ന് കടലാസ സോപ്പ് പൊട്ടിക്കകത്തായി പോയി. പൂനായുടെ ഡയലോഗാ. അത് വായിച്ച് ഒരു പക്ഷേ വാർഡനോ മറ്റോ എന്നോട് പ്രേമോ മറ്റോ. വെറും ഒരു സാധു എന്ന് വിചാരിച്ച് ഒരാളിങ്ങനെ പറഞ്ഞു കളിപ്പിക്കരുത്. വരൂ, വരൂ ഇങ്ങോട്ടെ. മുത്തച്ഛൻ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ ലല്ലിയെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. എന്താ വക്കീലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. പറ. ലല്ലിയെ ഉടനെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പക്ഷെ അതിനൊരു കാര്യം ഗോപി, ലല്ലി അതിന് സമ്മതിക്കും. മുത്തച്ഛൻ നിശ്ചയിച്ചാൽ ലല്ലി അതിനെതിരെ പറയില്ല. അത് ശരി. പക്ഷേ ഞാൻ അതിന് തയ്യാറില്ല. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ അവളുടെ മുറച്ചെറുക്കനാണ്. അത് നീ അവളോട് നേരിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലാതെ മുത്തച്ഛൻ ഇതിനൊരു തീരുമാനമെടുക്കില്ല അല്ലേ? ക്രോസ് വിസ്താരം കൊണ്ടൊന്നും ഫലമില്ല. മുത്തച്ഛൻ ഒരു കാലത്ത് ഇതിനെ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഗോപി അറിയിക്കാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പോഴൊന്നുമില്ല. ഇയാള് സ്വല്പം പെശകാണ്. ആകപ്പാടെ ഒരു മനസമാധാനവും ഇല്ല. എല്ലാം ശരിയാകും. നമ്മുടെ പിള്ളേരുടെ പരിശ്രമം ഫലിച്ചില്ലെങ്കിലോ? ഞാനും അതേക്കുറിച്ച് ആലോചിക്കുകയല്ല. അല്ല, പിള്ളേർ അവരുടെ വഴിക്ക് പരിശ്രമിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ആകട്ടെ. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടൻപിള്ള, ഇത് വക്കീൽ പിള്ള. ഞങ്ങൾ എറണാകുളത്ത് നിന്നും വരികയാണ്. സിംഗപ്പൂർ കുട്ടൻപിള്ളയാണല്ലേ? അതെ അതെ. എങ്ങനെ മനസ്സിലായി? ഞാനും ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യമെല്ലാം രാജൻ പറഞ്ഞു. ഞാൻ രാജന്റെ മുത്തച്ഛൻ പത്മനാഭപിള്ള. പത്മനാഭപിള്ള വക്കീലേ? ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി. പക്ഷേ രക്ഷയില്ല. അവനൊരു പിടിവാശിക്കാരനാണ്. മിസ്റ്റർ പത്മനാഭപിള്ള, ഓ, യു ആർ എ പിള്ള. ഐ ആം എ പിള്ള. യുവർ സൺ ഇസ് എ പിള്ള. മൈ ഡോട്ടർ ഇസ് എ പിള്ള. അവർ വക്കീൽ ഈസ് അനദർ പിള്ള. വി ആർ ഓൾ പിള്ളേ. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് ശരിപ്പെടുത്തില്ല. രക്ഷയില്ല പിള്ളേ. എന്നാൽ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കട്ടെ. തീർച്ചയായും. ആ മുറിക്കകത്തിരിപ്പുണ്ട്. നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ആശുപത്രിക്കാൻ നടക്കുന്നത്? ദേഷ്യപ്പെടരുത്. പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലെ, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? മിസ്റ്റർ കുട്ടൻപിള്ളേ, നിങ്ങൾ മനുഷ്യ വെറുതെ ബോധിക്കരുത്. എനിക്ക് ഇക്കാര്യത്തിൽ ഇഷ്ടമല്ല. ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അങ്ങ് തീർത്ത് പറയരുത്. രാജന് വേണ്ടി ഇപ്പോഴും ആ വേക്കൻസി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല. ആ വേക്കൻസിയിൽ വേറെ ആളെ നിയമം. രാജൻ പ്ലീസ്, ഇക്കാര്യം പറഞ്ഞ് മേലെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. എനിക്കത് ഇഷ്ടമില്ല. വേണം വഴി വേണം. മനസ്സ് മാറിയാൽ കമ്പി അടിക്കണം. പിന്നെ കാണാം. കാണണ്ട. കാണണ്ട. അപ്പൊ പിന്നെ കാണാം.